നമ്മളൊന്ന് കുറച്ച് നേരം ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഒന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരുത്തൻ മെനക്കെട്ടിരുന്ന് മീൻ പിടിക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു. ഇവൻ മാത്രമല്ല കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്തിപ്പെട്ടത് ഇവൻ്റെ അടുത്താണ്. അങ്ങനെ അവൻ്റെ പേരും വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ ചൂണ്ടമ്മ ഒരുത്തൻ കയറി അങ്ങ് കൊളത്തി. പുള്ളിക്കാരൻ പിന്നെ എങ്ങനെയും അതിനെ കരയ്ക്ക് വലിച്ച് കയറ്റേണ്ട ധൃതിയിലായിരുന്നു. പുള്ളിക്കാരൻ കുറേ മെനക്കെട്ടാണെങ്കിലും അതിനെ കരയ്ക്ക് കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ മീനിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്തോ പറഞ്ഞു. പക്ഷേ ഞാൻ ആ പേര് മറന്നു പോയിട്ടോ. എന്തായാലും നമ്മുടെ അവിടെ ഇങ്ങനത്തെ മീനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയാണ് ആദ്യമായിട്ടാണ് ഈ മീനെ ഞാൻ കാണുന്നത്. എന്തായാലും പുള്ളിക്കാരൻ്റെ മീനെ കിട്ടണതാണ് ഇപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ മീൻ പിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ. ഇപ്പോൾ പുള്ളിക്കാരനെ കിട്ടണ കണ്ടപ്പോൾ അത് എനിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ പുള്ളിക്കാരൻ മീനെടുത്ത് പൊക്കിയിട്ടുണ്ട്. മുഖത്തെ ആ സന്തോഷം നോക്ക്. കുറേ നേരം കാത്തിരുന്നിട്ട് ഒരു മീൻ കിട്ടുമ്പോൾ ഏതൊരു ചൂണ്ടക്കാരനും ഉണ്ടാവുന്നൊരു സന്തോഷമാണ് കേട്ടത്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കിട്ടിയപ്പോൾ. ആൾക്ക് ഇത് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞൊരു കാർപ്പ് കൂടിയും കിട്ടിയായിരുന്നു. കാർപ്പ് ശരിക്കും നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ സെയിം കാർപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കിട്ടിയ മീനെ നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചായിരുന്നു നമുക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ കൊടുക്കാനായിട്ടാണ് മീൻ പിടിക്കണതെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. അപ്പോൾ നമ്മൾ എത്ര കാശിന് തരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ 8 യൂറോയാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 800 രൂപ. നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ എന്തായാലും കുറച്ച് ചോദിക്കും. ഞാനും പുള്ളിക്കാരനോട് കുറച്ച് ചോദിച്ചു. 3 യൂറോയ്ക്ക് തരുമെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ തരില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബറാണ്. യൂട്യൂബിൽ താങ്കളുടെ വീഡിയോ ഇടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിരിച്ചിട്ടാണെങ്കിലും ലാസ്റ്റ് ഒരു 6 യൂറോ പറഞ്ഞു. ഞാൻ വിട്ടുകൊടുത്തില്ല. 3 യൂറോ ആകുമ്പോൾ തന്നെ പിടിച്ചു നിന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ എനിക്ക് 3 യൂറോയ്ക്ക് അത് തന്നു കേട്ടോ. അങ്ങനെ യൂറോപ്പിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫ്രഷ് മീനെ നമ്മൾ കറി വെച്ച് കഴിക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ട് പോയോ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. 1 minute, 1 minute. Okay. Thank you.